അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. പ്രിയമുള്ള പഠിതാക്കളെ, ശ്രോതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖിനാൽ ദുറൂസുൽ ലുഗത്തിൽ അറബിയ ടെക്സ്റ്റ് ബുക്കിലെ 19ാമത്തെ പേജാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചില പാഠങ്ങൾ തന്നെ നമ്മൾ പേജുകളായി കറക്റ്റ് ചെയ്തുകൊണ്ട് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പാഠമായിരിക്കും, അതല്ലെങ്കിൽ ആ പാഠത്തിലെ ചില പേജുകളായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഊന്നി വിശദീകരിക്കുന്നത്. ഇന്ന് നമുക്ക് 19ാമത്തെ പേജ്, നിങ്ങളുടെ കയ്യിലെ ടെക്സ്റ്റിലേക്ക് നിങ്ങൾ നോക്കുക. 19ാമത്തെ പേജിൽ നമുക്കവിടെ വായിക്കാനുള്ളത് അൽ ഹുറൂഫുൽ ഖമരിയ്യത്തു വൽ ഹുറൂഫു ശംസിയ്യത്തു, അല്ലേ? അൽ ഹുറൂഫുൽ ഖമരിയ്യത്തു വൽ ഹുറൂഫു ശംസിയ്യത്തു എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹർഫ്, അതിൻ്റെ ബഹുവചനമാണ് ഹുറൂഫ് എന്നുള്ളത്. ഹർഫ് എന്നതിൻ്റെ ബഹുവചനമാണ് ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ എങ്കിൽ അതിൻ്റെ ബഹുവചനമാണ് ഹുറൂഫ്. ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം, ഹുറൂഫ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ. അൽ ഹുറൂഫുൽ ഖമരിയ, ഖമരിയായ അക്ഷരങ്ങൾ. അൽ ഖമർ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തൊട്ട് മുമ്പത്തെ പേജിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ദ മൂൺ. അപ്പോൾ ഖമരിയായ അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ചന്ദ്രാക്ഷരങ്ങൾ എന്നതാണ് അതിന് മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പറയാം. അൽ ഹുറൂഫ് ഷംസിയ, ഹുറൂഫ് ഷംസിയ എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം എന്താണ്? ഷംസിയായ അക്ഷരങ്ങൾ, ഷംസിയായ അക്ഷരങ്ങൾ, സൂര്യാക്ഷരങ്ങൾ, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അക്ഷരങ്ങളെ, അറബി ഭാഷയിലെ അക്ഷരങ്ങളെ നമുക്ക് 28 അക്ഷരങ്ങളാണ്, ലെറ്റേഴ്സാണ് അറബിയിലുള്ളത്. ഇവയെ 2 തരം അക്ഷരങ്ങളാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അതിൽ ഹുറൂഫുൽ ഖമരിയ, അതോടൊപ്പം തന്നെ ഹുറൂഫു ശംസിയ. 14 അക്ഷരങ്ങൾ ഹുറൂഫുൽ ഖമരിയയാണ്. അതുപോലെ തന്നെ ബാക്കി വരുന്ന 14 അക്ഷരങ്ങൾ ഹുറൂഫു ശംസിയയാണ്. എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? എന്താണ്? ചില വ്യത്യാസങ്ങൾ അതിലുണ്ട്. അഥവാ വായിക്കുന്ന, പ്രത്യേകിച്ചും അതിൻ്റെ വായനാ സ്റ്റൈലാണ്, വായനാ രീതിയാണ് അവിടെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വായനയിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ ഹുറൂഫുൽ ഖമരിയ ആ അക്ഷരങ്ങളാണ് ഒന്നാമത്തേതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തേത് അൽ ഹുറൂഫുൽ ഖമരിയ, അത് അൽ ഹുറൂഫുൽ ഖമരിയ. അതിൻ്റെ താഴെ കൊടുത്തു ഒന്നാമത്തേത് അ, അല്ലേ? അലിഫ് ഹംസ അഥവാ അലിഫ് എന്ന അക്ഷരത്തെ നമ്മൾ ആ രൂപത്തിലൂടെയാണ് എഴുതേണ്ടത്. അലിഫ് ഹംസ, അലിഫിൻ്റെ മുകളിൽ ഹംസ ഇട്ടുകൊണ്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അ, ഇ, ഉ എന്നൊക്കെ വായിക്കുന്നത്. അപ്പോൾ അ. രണ്ടാമത്തേത് ബ, അ, ബ. മൂന്നാമത്തേത് ജീം. നാലാമത്തെ അക്ഷരം ഹ. അഞ്ചാമത്തേത് ഖ. ആറാമത്തേത് ഐൻ. ഏഴാമത്തേത് ഗൈൻ. ഫ. ഒമ്പതാമത്തേത് ഖ. പത്താമത്തേത് കാഫ്. 11ാമത്തേത് മീം. വ. 12ാമത്തേത് വ. 13ാമത്തേത് ഹ. 14ാമത്തേത് യ. ഈ അക്ഷരങ്ങളെ ഹുറൂഫുൽ ഖമരിയ അക്ഷരങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ അലിഫ് ലാം, നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ ഒരു പരിശീലനം തന്നെ അതിനായിരുന്നു. ആ പരിശീലനത്തിലൂടെ അലിഫ് ലാം ചില അക്ഷരങ്ങളിലേക്ക് ചേർത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദ നമുക്കറിയുമോ എന്നുള്ളതാണ്. അലിഫും ലാമും 14 അക്ഷരങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ട് കഴിഞ്ഞു.
ഒന്നാമത്തേത് അലിഫ് തന്നെയാണ്. ആ അലിഫിനെ അൽ എന്നതിലേക്ക്, അതാണ് ഈ പാഠഭാഗത്ത് ഈ പേജിലെ പ്രധാനപ്പെട്ട വിഷയം. അൽ അഥവാ ഡെഫിനിറ്റീവ് ആർട്ടിക്കിളായ അറബി ഭാഷയിലെ അൽ എന്നത് നമുക്ക് ഉപയോഗിക്കാൻ, അത് വായിക്കുമ്പോഴും എഴുതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദയാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത്. അൽ, നോക്കൂ, അൽ എന്ന് നമ്മൾ എഴുതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ 28 അക്ഷരങ്ങളെയും ചേർത്ത് അത് പദങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ വരുന്ന വ്യത്യാസം. ഇതിലൊന്നാമത്തേത് ഒന്നും കൂടെ വായിച്ചു നോക്കൂ. ഒന്നാമത്തേത് അലിഫ് ഹംസ കൊടുത്തു, എന്നിട്ട് അതിൻ്റെ ശേഷം ഉദാഹരണം കൊടുക്കുകയാണെന്ന് അൽ അബു. എങ്ങനെയാണ്? അൽ അബു. അപ്പോൾ ആദ്യത്തേതിന് നമുക്ക് ഫത്തഹ് കൊടുക്കാം പരിചയപ്പെടാൻ, ആ. എന്നിട്ട് രണ്ടാമത്തെ ലാമിന് എന്ത് ചെയ്തു? സുക്കൂൻ അവിടെ പ്രകടമാവുകയാണ്. ലാമിൻ്റെ സുക്കൂൻ അവിടെ സുക്കൂന് പ്രകടമാവാൻ. അൽ, ചുവന്ന അക്ഷരത്തിൽ ഞാൻ എഴുതിയത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അലിഫ് കൊടുക്കുന്നു ചെരിച്ചുകൊണ്ട്, ഹംസിട്ടു, അൽ അബു. അൽ അബു ഇങ്ങനെയാണ് വായിക്കുക, അൽ അബു. ഇനി അതോടൊപ്പം തന്നെ മറുഭാഗത്തുള്ളത് നോക്കൂ, അൽ ഹുറൂഫ് ഷംസിയ. ആ ഹുറൂഫ് ഷംസിയയിൽ അവിടെ കൊടുത്തത് താ എന്ന അക്ഷരമാണ്. താ എന്ന അക്ഷരത്തെ അലിഫ്ലാമിലേക്ക് ചേർത്തപ്പോൾ വന്ന വ്യത്യാസം നോക്കുക. അത്താജിറു എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്, അല്ലേ? എഴുതിയത് എങ്ങനെയാണ്? അത്താജിറു. അത്താജിറു എന്ന് എഴുതിയപ്പോൾ മുകളിൽ അൽ അബു എന്ന് എഴുതിയപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റി? അവിടെ നമ്മൾ ലാമിന് സുക്കൂന് പ്രകടമാക്കി, അൽ എന്ന് വായിച്ചു നമ്മൾ. എന്നാൽ ഇവിടെ അൽ എന്നതിന് ശേഷം നമ്മൾ താ വന്നപ്പോൾ ലാമിന് സുക്കൂന് കൊടുക്കുന്നില്ല, അത്താജിറു എന്നാണ് വായിച്ചത്. അത്താജിറു. അത്താജിറു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ലാമിന് വെളിവായില്ല. സാധാരണ ഇത് സൂര്യൻ്റെ അടുക്കൽ നക്ഷത്രങ്ങൾ പ്രകടമാവാത്തതുപോലെ, അത് നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ, ഷംസിയായ അക്ഷരങ്ങളോടൊപ്പം അലിഫ്ലാമിനെ ചേർത്ത് പറയുമ്പോൾ, അഥവാ അലിഫ്ലാമിന് ശേഷം, അലിഫിനും ലാമിനും ശേഷം ഈ അക്ഷരങ്ങൾ, ഷംസിയായ അക്ഷരങ്ങൾ വരുമ്പോൾ അവിടെ ലാമിന് സുക്കൂന് നൽകാതെ ചേർത്തുകൊണ്ടാണ് വായിക്കേണ്ടത്. ഇതാണിതിലെ നിയമം. അപ്പോൾ ഇവിടെ അത്താജിറു എന്ന ഉദാഹരണം നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ ഉദാഹരണം ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നും കൂടെ നോക്കേണ്ടത്. അൽ അബു എന്ന് പറഞ്ഞപ്പോൾ അൽ എന്ന് തന്നെ ലാമിന് സുക്കൂനിട്ട് വായിച്ചു, അൽ അബു എന്ന് പറഞ്ഞു. എന്നാൽ തായിലേക്ക് ഈ അലിഫ്ലാമിനെ ചേർത്തപ്പോഴോ അത്താജിറു. അവിടെ അലിഫുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗം നോക്കൂ നിങ്ങൾ. അലിഫിന് ശേഷം ലാമ് വന്നിട്ടുണ്ട്, അലിഫും ലാമും അവിടെ കാണാം. പക്ഷേ അവിടെ അൽ താജിറു എന്ന് വായിക്കാതെ അത്താജിറു, തായിന് ശബ്ദ കൊടുത്തുകൊണ്ട് കട്ടി കൂട്ടിക്കൊണ്ടാണ് അവിടെ വായിച്ചത്. ഇങ്ങനെ 14 അക്ഷരങ്ങൾ അലിഫ്ലാമിലേക്ക്, അലിഫ്ലാമിന് ശേഷം ചേർത്ത് വായിക്കുമ്പോൾ അതിന് ശക്തി കൊടുത്ത് ശബ്ദ കൊടുത്ത് ലാമിന് സുക്കൂന് നൽകാതെ വായിക്കേണ്ട 14 അക്ഷരങ്ങളുണ്ട്. എന്നാൽ 14 അക്ഷരങ്ങൾ അലിഫ്ലാമിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ലാമിന് സുക്കൂന് കൊടുത്തുകൊണ്ട് വായിക്കേണ്ട അക്ഷരങ്ങളുണ്ട്. ഇതാണ് ഹുറൂഫുൽ ഖമരിയെയും അതുപോലെ തന്നെ ഹുറൂഫു ഷംസിയെയും. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കാം. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ കൂടെ സൗകര്യമുള്ളതുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങൾ എന്ത് ചെയ്യാം, ആവർത്തിച്ച് കേൾക്കാമല്ലോ. ഓക്കെ, ഒന്നാമത്തേത് അൽ അബു. ഒന്നാമത്തേത് അൽ അബു. അപ്പോൾ അലിഫ് എന്ന അക്ഷരം എന്താണ്? ഖമരിയായ അക്ഷരമാണ്. കാരണം അവിടെ ലാമിന് സുക്കൂൻ കൊടുത്ത് വായിക്കണം. രണ്ടാമത്തേത് അൽ ബാബു. അൽ ബാബു, അതിനെ ബാബ് എന്ന അക്ഷരം അത് ഖമരിയായിട്ടുള്ള അക്ഷരമാണ്. ശരി. മൂന്നാമത്തേത് ജീം. അൽ ജന്നത്തു, ഉദാഹരണം കൊടുത്തിട്ടുണ്ടല്ലേ, അൽ ജന്നത്തു, അൽ ജന്നത്തു. അവിടെ ജീം എന്ന അക്ഷരം ഖമരിയായ അക്ഷരമാണ്. നാലാമത്തേത് അൽ ഹിമാറു. ഹാ എന്ന അക്ഷരം അത് ഖമരിയായ അക്ഷരമാണ്. അവിടെയെല്ലാം നമുക്ക് സുക്കൂൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകടമാകുന്നുണ്ട്, അല്ലേ? അതുപോലെ തന്നെ അഞ്ചാമത്തേത്
അൽ ഹുബ്സു, കണ്ടില്ലേ ഇവിടെ സുക്കൂന് കാണുന്നു. അൽ ഹുബ്സു, ഖാ എന്ന അക്ഷരം ഖമരിയായ അക്ഷരമാണ്. ആറാമത്തേത് അൽ ഐനു, ഐൻ എന്ന അക്ഷരം ഖമരിയായ അക്ഷരമാണ്. അവിടെ സുക്കൂന് പ്രകടമായി വായിക്കുന്നു. ഗൈൻ അല്ലേ. ഏഴാമത്തേത് ഗൈൻ. അൽ ഗദാഉ, അൽ ഗദാഉ ഖമരിയായ അക്ഷരമാണ് ഗൈൻ. എട്ടാമത്തേത് അൽ ഫമു, ഫ എന്ന അക്ഷരം അത് ഖമരിയായ അക്ഷരമാണ്. ഒമ്പതാമത്തേത് അൽ ഖമർ, ഖമരിയായ അക്ഷരമാണല്ലേ ഖാഫ്. അൽ ഖമറു, അവിടെയും ലാമ് പ്രകടമാക്കിയിട്ടാണ് നമ്മൾ വായിക്കുന്നത്. പത്താമത്തേത് അൽ കെൽബു, കാഫ് എന്ന അക്ഷരം ഖമരിയായ അക്ഷരമാണ്. 11ാമത്തേത് മീം, അൽ മാ ഉ, അൽ മാ ഉ ഖമരിയായ അക്ഷരമാണത്. 12ാമത്തേത് അൽ വാവു, വാവ് എന്ന അക്ഷരം, വാവ് എന്ന അക്ഷരം ഖമരിയായ അക്ഷരമാണ്. 13ാമത്തേത് ഹ, അൽ ഹവാ ഉ, അൽ ഹവാ ഉ, ഹ എന്ന അക്ഷരം ഖമരിയായതാണ്. 14ാമത്തേത് യ, അൽ യദു, യാ എന്ന അക്ഷരം ഖമരിയായ അക്ഷരമാണ്. അപ്പോൾ ഇവിടെയെല്ലാം 1 മുതൽ 14 വരെയുള്ള ഈ ഓരോ അക്ഷരങ്ങളിലും ആ അക്ഷരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വാക്കുകളുണ്ടാക്കി ആ വാക്കിനെ അലിഫും ലാമിലേക്കും ചേർത്തപ്പോൾ ലാമിന് സുക്കൂന് കൊടുത്തുകൊണ്ട് വായിക്കുന്നു. അങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന നിയമമാണ്. എന്നാൽ ഇനി നമുക്ക് ശംസിയായ അക്ഷരങ്ങളിലേക്കാണ്. മറുഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ശംസിയായ അക്ഷരമാണ്. അതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് ത, ത. ആ താഇനെ വായിക്കുന്ന രീതി നോക്കൂ. ആ താഇന് ശേഷം കൊടുത്ത അതിൽ നമുക്ക് എന്ത് കാണുന്നില്ല? ഇവിടെ സുക്കൂനിനെ കാണുന്നില്ല. എന്നാൽ ഇവിടെ സുക്കൂനുണ്ട്. അൽ അബു എന്ന് പറയുന്നിടത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സുക്കൂനുണ്ട്. അൽ അബു. നമ്മുടെ ടെക്സ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നതാണ്, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ അൽ സുക്കൂനാണ്, ഇവിടെ അൽ അബു എന്നുണ്ട്, അൽ അബു എന്നുണ്ട്. എന്നാൽ ഇവിടെ അത്താജിറു, അത്താജിറു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കച്ചവടക്കാരൻ. ആ കച്ചവടക്കാരൻ. നോക്കൂ, ഷദ്ദ് കൊടുത്തു, ലാമിന് സുക്കൂന് കൊടുത്തില്ല. രണ്ടാമത്തേത് സ, നാവ് അല്പം പുറത്തേക്ക് വെച്ചുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നതാണ് അല്ലേ? സ. സ. എന്നാൽ ഇവിടെ കൊടുത്ത ഉദാഹരണം ഏതാണ്? സ എന്ന അക്ഷരത്തിന് കൊടുത്തിട്ടുള്ളത് അസ്സൗബു, അസ്സൗബു. അൽ സൗബു എന്ന് വായിക്കാൻ പാടില്ല എന്നർത്ഥം. അസ്സൗബു. അതുപോലെ തന്നെ മൂന്നാമത്തേത് നോക്കൂ. മൂന്നാമത്തേത് ഏതാണ്? അദ്ദീക്കു, അദ്ദീക്കു, അദ്ദീക്കു. എന്താണ് ദീക്ക് എന്നതിൻ്റെ അർത്ഥം? നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അർത്ഥമല്ല ഇവിടെ വിഷയം. ഏതായിരുന്നാലും പൂവൻ കോഴി, ദ റൂസ്റ്റർ അല്ലേ? അദ്ദീക്കു, വായനയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തേത് അദ്ദഹബു, ദഹബ്. നാവ് അല്പം പുറത്തേക്ക് വെച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് കാര്യങ്ങൾ. ശരി. അദ്ദഹബു, അദ്ദഹബു. 4 അദ്ദഹബു, അതും ശംസിയായ അക്ഷരമാണ്. അഞ്ചാമത്തേത് റോ, അർറജുലു, അർറജുലു. അവിടെയും അൽ റജുലു എന്ന് പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക. ശരി. ആറാമത്തേത് അസ്സഹ്റത്തു, സ. ഇംഗ്ലീഷിലെ ഇസഡ് എന്ന അക്ഷരത്തോട് യോജിക്കുന്ന സ, അസ്സഹ്റത്തു. ഇതെന്താണ്? ശംസിയായ അക്ഷരമാണ്. അതുപോലെ തന്നെ അടുത്തത് സീൻ, ഏഴാമത്തേത്. സീനിന് ഉദാഹരണം കൊടുത്തത് അസ്സമക്കു, അസ്സമക്കു. എട്ടാമത്തേത് ഷീൻ, അശംസു, അശംസു അല്ലേ? ശംസിയാക്ഷരത്തിന് ഒരു ഉദാഹരണം ഷംസ് തന്നെയാണ്, അശംസു. 9ാമത്തേത് അസ്വദുറു, അസ്വദുറു. 10ാമത്തേത് ലാദ്, അല്ലൈഫു, അല്ലൈഫു. 11ാമത്തേത് ത്വ, അത്വാലിബു, അത്വാലിബു. 12ാമത്തേത് ല, അല്ലഹ്റു, അല്ലഹ്റു. 13ാമത്തേത് ലാമ്, അല്ലഹ്മു, അല്ലഹ്മു. 14ാമത്തേത് നൂൻ, അന്നജ്മു, അന്നജ്മു. അപ്പോൾ ഇതിലൊന്നുകൂടെ ഇതൊന്ന് ആവർത്തിച്ചതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു
ഭാഗം നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അർത്ഥം കൂടെ പറയാം. ആ സമയത്തൊന്നും കൂടെ അതിൻ്റെ വായനാ രീതി നമുക്ക് നോക്കാം. പറഞ്ഞു വരുന്നത് ഖമരിയായ അക്ഷരങ്ങൾ, ആ ഖമരിയായ അക്ഷരങ്ങളിലേക്ക് ചേർത്ത് അലിഫും ലാമും അഥവാ അലിഫ് ലാം എന്ന ഡെഫിനിറ്റിക് ആർട്ടിക്കിൾ ചേർന്ന് വരുമ്പോൾ ഖമരിയായ അക്ഷരങ്ങളിൽ ലാമിനെ പ്രകടമാക്കിയിട്ടായിരിക്കണം നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഖമരിയായ അക്ഷരങ്ങളിലെ ഒന്നാമത്തെ പദമാണ് തംരീനിൽ കൊടുത്തത് എന്ത്? അലിഫ്. അലിഫിൻ്റെ മുകളിൽ ഹംസയിട്ട് നമ്മളെന്ത് അതിന് അലിഫ്, ആ അലിഫിനെ വായനയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഉദാഹരണമാണ് കൊടുത്തത്. അൽ അബു എന്ന വായിക്കുക. രണ്ടാമത്തേത് അൽ അബു എന്ന് പറഞ്ഞാൽ ദ ഫാദർ, പിതാവ്. രണ്ടാമത്തേത് ബ, അൽ ബാബു ദ ഡോർ, ആ വാതിൽ എന്നർത്ഥം. മൂന്നാമത്തേത് ജീം, അൽ ജന്നത്തു സ്വർഗം, അൽ ജന്നത്തു സ്വർഗം. നാലാമത്തേത് ജന്ന എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ ഭാഷയിൽ സ്വർഗമാണ്, അല്ലെങ്കിൽ തോട്ടം എന്നൊക്കെ നമുക്കതിനെന്ത് ഉപയോഗിക്കാം. ശരി, നാലാമത്തേത് അൽ ഹിമാറു, അൽ ഹിമാറു ദ ഡോങ്കി, അല്ലേ, കഴുത, അൽ ഹിമാറു. അഞ്ചാമത്തേത് അൽ ഖുബ്സു, റൊട്ടിക്ക് പറയുന്നതാണ് അൽ ഖുബ്സു. അതുപോലെ ആറാമത്തേത് അൽ ഐനു, കണ്ണ്, അൽ ഐനു കണ്ണ്. ഏഴാമത്തേത് അൽ ഗദാഉ, അൽ ഗദാഉ ലഞ്ച്, ഉച്ചഭക്ഷണത്തിനാണ് എന്ത് പറയുക? ഗദാ എന്ന് പറയാം, ഗദാ. യെസ്. എട്ടാമത്തേത് അൽ ഫമു, അൽ ഫമു വായക്കാണെന്ത് പറയുക? ഫമു എന്ന് പറയാം, മൗത്ത്, അൽ ഫമു വായ. ഒമ്പതാമത്തേത് അൽ ഖമറു ദ മൂൺ, ചന്ദ്രൻ. പത്താമത്തേത് അൽ കെൽബു ദ ഡോഗ്. 11ാമത്തേത് അൽ മാഉ ദ വാട്ടർ. 12ാമത്തേത് അൽ വലദു ദ ബോയ്. 13ാമത്തേത് അൽ ഹവാഉ വായു, അന്തരീക്ഷം, അതാണ് അൽ ഹവാഉ. 14ാമത്തേത് അൽ യദു കൈ, അൽ യദു കൈ ദ ഹാൻഡ്. ഇനി മറുഭാഗത്ത് അൽ ഹുറൂഫ് ഷംസിയ, ത, അത്താജിറു. അപ്പോൾ താ എന്ന അക്ഷരം ഏതാണ്? ഷംസിയായ അക്ഷരമാണ്. അത് അലിഫ്ലാമിലേക്ക് ചേർത്ത് പറയുമ്പോൾ അത് ലാം അവിടെ പ്രകടമാകൂല. അവിടെ ആ അക്ഷരത്തിന് ഷദ് വെളിവാക്കിക്കൊണ്ട്, ഷദ് കൊടുത്തുകൊണ്ട് ലാമിന് ഒഴിവാക്കിക്കൊണ്ട് വായിക്കണം. അത്താജിറു ദ മർച്ചൻറ്റ്. ഒന്നാമത്തേത് എന്താണ്? അത്താജിറു, ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ദ മർച്ചൻറ്റ്. രണ്ടാമത്തേത് അസൗബു, ഡ്രസ്സ്, അല്ലേ, വസ്ത്രത്തിനാണ് അസൗബു എന്ന് പറയാം. മൂന്നാമത്തേത് ഏതാണ്? അദ്ദീഖു, ദാൽ, അദ്ദീഖു ദ റൂസ്റ്റർ, അല്ലെങ്കിൽ പൂവൻ കോഴി. നാലാമത്തേത് അദ്ദഹബു ദ ഗോൾഡ്, സ്വർണത്തിനാണ് അദ്ദഹബു എന്ന് പറയാം, ദ ഗോൾഡ്. ദ ഉച്ചരിക്കുന്ന രീതി നാവൽപ്പം പുറത്തേക്ക്, മേലെ മുൻപല്ലിൻ്റെ ഇടയിലൂടെ പുറത്തേക്കിട്ടുകൊണ്ട്, രണ്ട് പല്ലുകൾക്ക് ഇടയിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ട് അദ്ദഹബു എന്നാണ് വായിക്കേണ്ടത്. അഞ്ചാമത്തേത് റോ, അർറജുലു ദ മേൻ. ആറാമത്തേത് അസ്സഹ്റത്തു പൂവ്, ദ ഫ്ലവർ. അസ്സഹ്റത്തു പൂവിനാണ്, അല്ലെങ്കിൽ ഫ്ലവർ, ദ ഫ്ലവർ, സ. ഏഴാമത്തേത് സമക്, സീൻ, അസ്സമക്, സീന് അസ്സമക്, സമക് എന്ന് പറഞ്ഞാൽ ദ ഫിഷ്, മീൻ. എട്ടാമത്തേത് ഷീൻ, ഉദാഹരണം അഷംസു ദ സൺ. ഒമ്പതാമത്തേത് സ്വാദ്, സ്വാദ്. അസ്വദർ എന്താണ്? സ്വദർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ചെസ്റ്റ്, ചെസ്റ്റ്, നെഞ്ചിനാണെന്ന് പറയാം, സ്വദർ എന്ന് പറയാം. പത്താമത്തേത് ലാദ്, അല്ലൈഫു, അല്ലൈഫു, ലൈഫ് എന്ന് പറഞ്ഞാൽ ദ ഗസ്റ്റ്, അതിഥി. 11ാമത്തേത് ത്വാ, 11ാമത്തേത് ത്വാ, അത്വാലിബു, അത്വാലിബു. 12ാമത്തേത് അല്ലഹർ, അല്ലഹർ. ലഹർ എന്ന് പറഞ്ഞാൽ മുതുകിനാണ്, മുതുക് ഭാഗത്തിനാണെന്ന് പറയാം, ലഹർ എന്ന് പറയാം, അല്ലഹർ. അതുപോലെ തന്നെ 13ാമത്തേത് ലഹം, അല്ലഹം, മാംസത്തിനാണെന്ന് പറയാം, ലഹ്മ് എന്ന് പറയാം, അല്ലഹം, മാംസം, അല്ലഹം, ലാം, അല്ലഹം. 14ാമത്തേത് അന്നജം, നൂൻ, അന്നജം ദ സ്റ്റാർ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ രണ്ട് അക്ഷരങ്ങൾ, അഥവാ രണ്ട് വിധത്തിലുള്ള അക്ഷരങ്ങളെയാണ്
ഈ ഒരു പേജിലൂടെ ഷേഖ് നമ്മെ പരിചയപ്പെടുത്തുന്നത്. ഇത് വായനയിലും അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലുമൊക്കെ നമ്മെ വളരെ സഹായിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഹുറൂഫ് ഷംസിയ ഏതാണ് എന്ന് 14 ഹുറൂഫുൽ ഖമരിയ ഏതാണ് എന്ന് 14 അത് മനഃപ്പാഠമാക്കിയിട്ട് തന്നെ നമ്മളതെന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിനോടനുബന്ധിച്ചു കൊണ്ടുവരുന്ന പരീക്ഷയിൽ തീർച്ചയായും അത് മനഃപ്പാഠത്തിലൂടെ അഥവാ നിങ്ങൾക്കത് ഹുറൂഫ് ഷംസിയ എഴുതുക, ഹുറൂഫുൽ ഖമരിയ എഴുതുക എന്ന രൂപത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ആവർത്തിച്ചുകൊണ്ട് ഈ പറയുന്ന പാഠഭാഗങ്ങളൊന്നും കൂടെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ അറിവ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.